പത്തനംതിട്ട കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ കുത്തിവെപ്പിനിടെ സൂചിയുടെ ഭാഗം ശരീരത്തിൽ കുടുങ്ങിയ സംഭവത്തിൽ വിദഗ്ധ സമിതി റിപ്പോർട്ട് തള്ളി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. വിദഗ്ധ സമിതി നൽകിയത് സംശയത്തിന്റെ ആനുകൂല്യം ഉൾപ്പെടുത്തിയ റിപ്പോർട്ടെന്ന് പരാമർശം. വീണ്ടും അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശം നൽകി. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ ചികിത്സാ പിഴവുകളിൽ പരാതിക്കാർ ആവശ്യപ്പെട്ടാൽ പുനഃപരിശോധന ഉണ്ടാകുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ 68 വയസ്സുകാരിയുടെ ശരീരത്തിൽ സൂചി കുടുങ്ങിയ സംഭവത്തിൽ കഴിഞ്ഞ ദിവസമാണ് വിദഗ്ധ സമിതി അന്വേഷണ റിപ്പോർട്ട് നൽകിയത്. പിഴവുണ്ടായി എന്ന പരാതിയിൽ തെളിവില്ലെന്നും ആശുപത്രിയിൽ മറ്റ് രേഖകളില്ല എന്നുമായിരുന്നു കണ്ടെത്തൽ. റിപ്പോർട്ട് സംശയത്തിന് ആനുകൂല്യം നൽകുന്നതെന്നും ആരോഗ്യമന്ത്രി. വീണ്ടും വിശദമായ അന്വേഷണത്തിന് DMOയ്ക്ക് നിർദ്ദേശം നൽകി. ഇഞ്ചക്ഷൻ എടുത്തത് 2023-ലാണ്. ഈ 3 വർഷത്തിനിടയ്ക്ക് അവർ ഇതുവരെ ഒരു കംപ്ലൈന്റ് ആയിട്ട് ആശുപത്രിയെ സമീപിച്ചിട്ടില്ല എന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ 3 വർഷത്തിനിടയ്ക്ക് അവർ മറ്റു വല്ല സ്ഥലത്തും പോയിട്ട് ഇഞ്ചക്ഷൻ എടുത്തോ എന്നൊക്കെയാണ് ഇതിന് സംശയം പറഞ്ഞിട്ടുള്ളത്. ഏതായാലും സംശയത്തിന്റെ ആനുകൂല്യം നൽകുന്നില്ല. അന്ന് ഇഞ്ചക്ഷൻ എടുത്ത ആരാണ് അത് കണ്ടുപിടിച്ച് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു. പ്രാഥമിക ഘട്ടത്തിൽ അശ്രദ്ധയുണ്ടായെന്ന് ബോധ്യപ്പെട്ടതിനാൽ റിപ്പോർട്ട് മുഖവിലേക്ക് എടുക്കുന്നില്ല എന്നാണ് മന്ത്രിയുടെ വിശദീകരണം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായ ചികിത്സാ പിഴവുകളിലും പരാതിക്കാർ ആവശ്യപ്പെട്ടാൽ പുനരന്വേഷണം നടത്താമെന്നും തീരുമാനമുണ്ട്. മുൻകരുതലായി മരുന്ന് സ്റ്റോക്ക് ചെയ്യുക, രോഗികളെ നിലത്ത് കിടത്തരുത്, ബന്ധുക്കൾക്ക് രോഗികളെ കാണാനുള്ള നിയന്ത്രണം ഒഴിവാക്കും തുടങ്ങിയ മാറ്റങ്ങളും മെഡിക്കൽ കോളേജുകളിൽ ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി പറയുന്നു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.